വീട്ടിലെത്തിയപ്പോൾ തന്നെ പുരുഷുവിനെയും കാര്യങ്ങളൊക്കെ അറിയിച്ചു. രാത്രി എല്ലാവരും പതിവ് പോലെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. ഇപ്പൊ ലിഞ്ചുവും പഴയതുപോലെ തറവാട്ടിൽ വന്നാണ് ആഹാരം കഴിക്കുന്നത്. അത്താഴമൊക്കെ കഴിഞ്ഞ് ലിഞ്ചു തിരികെ ഔട്ട് ഹൗസിലേക്ക് പോയി. ബാക്കി എല്ലാവരും ഹാളിൽ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് പുറത്തു നിന്ന് ലിഞ്ചുവിന്റെ സൗണ്ട് കേൾക്കുന്നത്. കള്ളൻ, കള്ളൻ! ലിഞ്ചുവിന്റെ സൗണ്ട് കേട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. എന്താ മോളെ, എന്താ? അപ്പോട്ടാ, കള്ളൻ! കള്ളനോ? അതെ, ഞാൻ കണ്ടതാ. കറുത്തൊരു രൂപം മതിലിന്റെ അങ്ങോട്ട് ഓടുന്നത്. ഡാ വാ, നമുക്കൊന്ന് നോക്കാം. ഷീയും വേദും നന്ദുവും അപ്പവും കൂടെ മതിലിന്റെ ഭാഗത്തേക്ക് പോയി. അവർ അവിടെയൊക്കെ നോക്കി. ഇവിടെ ഒന്നും ആരുമില്ലല്ലോ. നിനക്ക് തോന്നിയതായിരിക്കും. അല്ല ശ്രീ, ഞാൻ ശരിക്കും കണ്ടതാ. ഏതായാലും മോൾ ഇന്നിവിടെ തനിച്ചു കിടക്കേണ്ട. ശ്രുതി, അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ. ശ്രുതി അവളെയും കൊണ്ട് അകത്തേക്ക് പോയി. ബാക്കിയുള്ളവരും അവർക്ക് പിന്നാലെ അകത്ത് കയറി. അപ്പു ചുറ്റും ഒന്നുകൂടെ കണ്ണോടിച്ചു ഉമ്മറവാതിൽ അടച്ചു. ശ്രീമംഗലത്തെ ലൈറ്റുകൾ ഒന്നൊന്നായി അണഞ്ഞു. അവിടെ ആകെ ഇരുട്ട് വ്യാപിച്ച് രണ്ട് കറുത്ത രൂപങ്ങൾ മതിലിന്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. 2 ദിവസത്തിന് ശേഷം നന്ദുവും ശ്രീയും കൂടെ ബാംഗ്ലൂർക്ക് പോയി. ഒരു ഫ്രണ്ടിന്റെ മാരേജിന് പോകുവാന്ന് പറഞ്ഞാണ് രണ്ടുകൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ചില കണക്ക് കൂട്ടലുകളോടെയാണ് അവർ ബാംഗ്ലൂർക്ക് പോയത്. ഇതിനോടകം തന്നെ മനു അന്നെ അവിടെ ചാർജ് എടുത്തിരുന്നു. അവർക്ക് മാത്രമേ ശ്രീയും നന്ദുവും അവിടെ ചെല്ലുന്നതിനെ പറ്റി അറിവുള്ളായിരുന്നു. നന്ദുവും ശ്രീ നേരെ അവരുടെ ഫ്ളാറ്റിലേക്കാണ് ചെന്നത്. ചെന്ന് കയറി ഒരു കുളിയൊക്കെ പാസ്സാക്കി 2 പേരും കൂടെ ഹാളിൽ ഇരിക്കുവാണ്. അപ്പൊ എങ്ങനെ കാര്യങ്ങൾ? ഇന്നത്തോടെ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തണം. ഇനി വൈകിക്കൂടാ. എന്നിട്ട് വേണം നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ. ഒരു പാളിച്ചയും സംഭവിക്കാൻ പാടില്ല. നമുക്ക് കണ്ടുപിടിക്കാടാ. അതിനാണല്ലോ നമ്മൾ ആരും അറിയാതെ വന്നേക്കുന്നത്. മനു അവനെ നിരീക്ഷിക്കുന്നുണ്ട്. അവന്റെ ഫോൺ വന്നിട്ട് നമുക്ക് ഇറങ്ങാം. ഓവ്, ഇന്നത്തെ രഹസ്യാന്വേഷണത്തിന് ശേഷം നാളെ നമ്മൾ ഹോസ്പിറ്റലിൽ ഹാജർ വെക്കുന്നു. ബാക്കിയൊക്കെ പറഞ്ഞ പോലെ. അപ്പോഴാണ് ഷീയുടെ ഫോണിലേക്ക് മനുവിന്റെ കോൾ വരുന്നത്. ഷീ കോൾ അറ്റൻഡ് ചെയ്തു. ഡാ, ഇറങ്ങിയോ? ഓവ്, ഇപ്പൊ ഇറങ്ങിയോളൂ. അവ ഒറ്റയ്ക്കാണ്. നീ അവ അറിയാതെ ഫോളോ ചെയ്യണം. സംശയം തോന്നാൻ പാടില്ല. എന്നിട്ട് ലൊക്കേഷൻ എനിക്ക് സെൻഡ് ചെയ്യും. ഞാൻ അവന്റെ പുറകെയുണ്ട്. ലൊക്കേഷൻ നിനക്ക് അയച്ചേക്കാം. ഷീ ഫോൺ കട്ട് ചെയ്ത് നന്ദുവിനോടായി പറഞ്ഞു. വാടാ, നമുക്കിറങ്ങാം. മനു അവന്റെ പുറകെയുണ്ട്. അവൻ ഇപ്പോ ലൊക്കേഷൻ അയക്കും. ഷീയും നന്ദു വേഗം പുറത്തേക്ക് പോയി. മനു അയച്ച ലൊക്കേഷനിലേക്ക് അവർ യാത്ര തിരിച്ചു. ഷീയുടെ കാർ ചെന്ന് നിന്നത് ബാംഗ്ലൂർ നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തെ അപ്പാർട്ട്മെന്റിന് മുമ്പിലാണ്. പെട്ടെന്ന് ആരുടെയും ശ്രദ്ധ കിട്ടാത്ത ഒരിടത്ത് ഷീ കാർ നിർത്തി. കാറിൽ ഇരുന്ന് തന്നെ ഷീ മനുവിന്റെ കാർ കണ്ടിരുന്നു. അവൻ മനുവിന്റെ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ, ഇനി നീ വിട്ടോ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ശരിയടാ, എന്തേലും ഉണ്ടേ വിളിക്ക്. ഓക്കെ. മനു കോൾ കട്ട് ചെയ്ത് കാർ എടുത്ത് അവിടെ നിന്ന് പോയി. അപ്പൊ ഇതാണ് അവന്റെ മാള. ഇവിടെ ആവുമ്പോ ആരും പെട്ടെന്ന് കണ്ടുപിടിക്കില്ലല്ലോ. അതെ, നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഷീയും നന്ദു അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോ അവർക്ക് പരിചിതമായ ഒരു മുഖം അവർക്ക് മുമ്പിൽ കൂടെ കടന്നുപോയി. ഇവനെന്താ ഇവിടെ? ഇവർ അടുത്തടുത്താണോ താമസം? എന്തൊക്കെയോ മറഞ്ഞിരിപ്പുണ്ട്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അവർ പിന്നെയും അവിടെ വെയിറ്റ് ചെയ്തു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇത്ര നേരമായിട്ടും അവനെ പുറത്തോട്ട് കണ്ടില്ലല്ലോടാ. നമുക്കിപ്പോ പോവാം. ഇവന്മാർ ഇവിടെ ഇല്ലാത്തപ്പോ നമുക്ക് ഒന്നുകൂടി വരാം. ഷീ കാർ സ്റ്റാർട്ട് ചെയ്തു. വണ്ടി മുമ്പോട്ട് എടുത്തപ്പോഴാണ് നന്ദു ഷീയുടെ കയ്യിൽ പിടിച്ചത്. എന്താടാ? അങ്ങോട്ട് നോക്ക്. ഷീ മുൻപോട്ട് നോക്കി. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ബുദ്ധിമാന്മാരാണ്. അടിപൊളി അഭിനയം. അവന്മാർ എങ്ങോട്ട് പോവാന്ന് തോന്നും. ഇത് തന്നെ പറ്റിയ സാഹചര്യം. മാഡിയും അവന്റെ കൂട്ടുകാരനും കൂടെ കാർ എടുത്ത് എങ്ങോട്ടോ പോയി. അവർ പോയതും നന്ദു കാറിന് വെളിയിലിറങ്ങി. നീ ഇവിടെ ഇരുന്ന് അവന്മാർ വരുന്നുണ്ടോന്ന് നോക്ക്. ഞാൻ അകത്തേക്ക് പോവാം. ഓക്കെ. നന്ദു അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അവൻ തിരികെ വന്ന് കാറിൽ കയറി. എന്തായി, കാര്യം നടന്നോ? നന്ദു എന്നാ സുമ്മാവാ, ഞാൻ ഒരു കാര്യമായിട്ട് അത് ചെയ്തിരിക്കും. നന്ദു ഷർട്ടിന്റെ കോളർ പൊക്കി കുറച്ച് ഗമയോടെ പറഞ്ഞു. ഓവ്. ഷീ വേഗം കാറെടുത്ത് അവരുടെ ഫ്ളാറ്റിലേക്ക് പോയി. പോകുന്ന വഴി നന്ദു അപ്പുവിനെയും വേദിനെയും വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിറ്റേന്ന് രാവിലെ നന്ദുവും ഷീ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവരെ കണ്ട ഉടനെ സഞ്ജു അവർക്ക് അടുത്തേക്ക് വന്നു. ഇതെന്നാടാ ഒരു അറിയിപ്പും ഇല്ലാണ്ട്? ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ടായിരുന്നുടാ. അതിന് പോയി വരുന്ന വഴിയെ ഇവിടെ കൂടെ ഒന്ന് കേറാമെന്ന് വെച്ചു. ഓ അങ്ങനെ. സഞ്ജു, നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടടാ. നീ ഒന്ന് ക്യാബിൻ വരെ വന്നേ. എന്താടാ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നീ വാ, ഇവിടെ ഒന്ന് സംസാരിച്ച് ശരിയാവില്ല. എന്നാ വാ. അവർ 3 പേരും കൂടെ ഷീയുടെ ക്യാബിനിലേക്ക് നടന്നു. അവർ 3 ക്യാബിനിൽ കയറിയ ഉടനെ ഷീ ഡോർ ലോക്ക് ചെയ്തു. നീ ഇരിക്ക്. ഇനി നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്കിടയിൽ തന്നെ നിൽക്കണം. നീ ടെൻഷനാക്കാണ്ട് കാര്യം പറ. അന്നത്തെ ആ മയക്കുമരുന്ന് കേസിലെ പറ്റി നിന്റെ നിഗമനം എന്താ? അതാരേലും റോങ് ഇൻഫർമേഷൻ കൊടുത്തതായിരിക്കും. നിങ്ങൾ വലിയ ബിസിനസ്സുകാരല്ലേ, അപ്പൊ ശത്രുക്കളും കാണൂലോ. റെയ്ഡൊക്കെ നടക്കുമ്പോ വലിയ ന്യൂസ് ഒക്കെ ആകൂലേ? ഇങ്ങനെ ഒരു കേസ് ആവുമ്പോ അത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമല്ലോ. അതായിരിക്കും ലക്ഷ്യം വെച്ച്. ഏതായാലും റെയ്ഡ് നടത്തിയിട്ട് ഇവിടെ നിന്നൊന്നും കിട്ടിയില്ലല്ലോ.
വലിയ ന്യൂസൊന്നും ആയുമില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. നീ പറഞ്ഞത് പകുതി ശരിയാ. നമ്മുടെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ തകർക്കാൻ വേണ്ടിയുള്ള പണി തന്നെയായിരുന്നു. പക്ഷെ അത് മാത്രമായിരുന്നില്ല അവരുടെ ഉദ്ദേശം. പിന്നെ അന്നിവിടെ ശരിക്കും മയക്കുമരുന്നുണ്ടായിരുന്നു. വാട്ട്? എന്നിട്ട് അവർക്ക് കിട്ടിയില്ലല്ലോ? ഇല്ല, റെയ്ഡ് നടക്കുന്നതിന്റെ തലേന്ന് സ്റ്റോർ റൂമിൽ നിന്ന് ഒരു ബാഗ് മയക്കുമരുന്ന് കിട്ടിയിരുന്നു. നീ അന്ന് ലീവ് അല്ലായിരുന്നു. മനു സ്റ്റോർ റൂമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെഡിസിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ കയറിയപ്പോഴാണ് ആ ബാഗ് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു പ്രേരണയുടെ പുറത്ത് അവൻ തുറന്നു നോക്കിയതാ. അപ്പോ തന്നെ അവൻ ശ്രീ വിളിച്ച് കാര്യം പറഞ്ഞു. അവന്റെ നിർദ്ദേശപ്രകാരം മനു അത് നശിപ്പിച്ചു. അന്ന് അവൻ അവിടെ കയറാൻ തോന്നിയത് ഭാഗ്യം. വിവരം അറിഞ്ഞ ഉടനെ ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടു. ഇങ്ങനൊരു റെയ്ഡ് ഞങ്ങൾ ഊഹിച്ചിരുന്നു. അതാണല്ലേ പിറ്റേന്ന് നിങ്ങൾ ഇവിടെ എത്തിയേ? അതെ, മനു വേണ്ട വിധത്തിൽ ഇടപെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. അതിവിടെ വന്നതിനെ പറ്റി നിനക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പറയാ? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഇവിടെ വർക്ക് ചെയ്യുന്ന ആരും ഇതിന് പിന്നിലുണ്ട്. ഒന്നുകിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആരെയും സഹായിക്കാൻ. നീ അങ്ങനെ തീർത്ത് പറയാൻ കാരണം എന്താ? സ്റ്റോർ റൂമിൽ നിന്നല്ലേ സാധനം കിട്ടിയേ? അതിനുള്ളിൽ നമ്മുടെ സ്റ്റാഫിന്റെ സഹായം ഇല്ലാണ്ട് കയറാൻ പറ്റില്ലല്ലോ. ഐഡന്റിറ്റി കാർഡ് സ്വൈപ്പ് ചെയ്യണ്ടേ? എക്സാക്ട്ലി. അത് മാത്രമല്ല, അവിടുത്തെ ക്യാമറ അറേഞ്ച്മെന്റ്സിനെ പറ്റി നല്ല ധാരണയുള്ളവരാണ്. ഞങ്ങൾ CCTV ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്തു. അതും കഴിഞ്ഞ ഒരു മാസത്തെ മുഴുവൻ. എന്നിട്ട് ആളെ പറ്റി എന്തെങ്കിലും ധാരണ കിട്ടിയോ? ഇല്ലടാ, മുഖം വ്യക്തമല്ല, ഒരു ഐഡിയയും ഇല്ല. ഛേ, നമുക്കിട്ട് പണിയുക മാത്രമായിരുന്നില്ല ഉദ്ദേശം. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ മറവിൽ ഡ്രഗ് ഡീലിംഗ്സ് നടന്നിട്ടുണ്ട്. ഇവിടെയായിരുന്നു ഡ്രഗ് സ്റ്റോർ ചെയ്തിരുന്നത്. വാട്ട്? യെസ്, മെഡിസിൻസ് ഇമ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ സാധനം അകത്ത് കയറ്റിയതാകാനാണ് സാധ്യത. ഇടയ്ക്കിടയ്ക്ക് ഒരു കറുത്ത രൂപ അകത്ത് പോകുന്നത് തിരിച്ചൊരു ബാഗുമായി ഇറങ്ങി വരുന്ന CCTV ഫുട്ടേജിൽ നിന്ന് വ്യക്തമാണ്. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. സഞ്ജു തലയ്ക്ക് കൈകൊടുത്തിരുന്നു. ഞങ്ങളുടെ ശത്രു ഇവിടെ തന്നെ ഉണ്ട്. വൈകാതെ അവനെ പൊക്കണം. എന്തിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് മതി. ഇനി ഇവിടെ ഇങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എന്ത്? അതൊക്കെ ടൈം ആകുമ്പോ പറയാം. എല്ലാവരുടെയും നിന്റെ ഒരു കണ്ണ് വേണം സഞ്ജു. അതൊക്കെ പോട്ടെ, നിന്റെ ഗേൾ ഫ്രണ്ടിന് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ. അടുത്ത് വല്ലതും കാണോ കല്യാണം? നടത്തണം. അല്ലടാ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംശയിക്കേണ്ട അന്നത്തെ സ്റ്റോർ റൂം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സിനെയും സിസ്റ്റേഴ്സിനുമാണ്. ആര്? നിരഞ്ജനൊക്കെയോ? നിനക്ക് നിരഞ്ജനെ പറ്റി എന്താ അഭിപ്രായം? എനിക്ക് പേഴ്സണലായി പരിചയമൊന്നുമില്ലടാ. ഒഫീഷ്യലായി സംസാരിച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇതുവരെ അയാളെ പറ്റി കംപ്ലൈന്റ് ഒന്നും കിട്ടിയിട്ടില്ല. വർമ്മ ഡോക്ടറോ? ഡോക്ടറിനെ പറ്റി സെയിം ഒപ്പീനിയനാണ്. ഇതുവരെ ഒരു റെഡ് മാർക്കും വീണിട്ടില്ല. എങ്കിൽ ഞങ്ങൾ ഇറങ്ങുവാടാ. നിന്നെ കണ്ട് ഇതൊക്കെ വന്ന് പറയാൻ കൂടെയാണ് വന്നേ. നീ ഒന്ന് ശ്രദ്ധിക്കണം. വീട്ടിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. എല്ലാം കൂടെ ഭ്രാന്തെടുത്തിരിക്കുക. ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ചെല്ല്. എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ പൊക്കണം. ഞാനുണ്ട്. ഷീയും നന്ദു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അന്ന് തന്നെ അവർ തിരികെ നാട്ടിലേക്കും പോന്നു. ഷീയും നന്ദു ശ്രീമംഗലത്ത് തിരികെ എത്തി. കാര്യമായ ചർച്ചയിലാണ് നമ്മുടെ ചേട്ടന്മാർ. തെളിവുകളെല്ലാം കിട്ടിയ സ്ഥിതിക്ക് ഇനി സംഹാരമല്ലേ? അതെ, നമ്മളൊന്നും വെറും അല്ലെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? അവന് മാത്രമല്ല, അവന്റെ കൂടെയുള്ള എല്ലാ മക്കൾക്കും. പിന്നല്ലാതെ എണ്ണി എണ്ണി കണക്ക് തീർക്കണം. ശ്രീമംഗലത്തുകാർക്കിട്ട് ഉണ്ടാക്കാൻ വന്നിട്ട് ഒരുത്തനും രക്ഷപ്പെടണ്ട. അപ്പൊ അവനുള്ള സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. അതെ, എന്റെ പെണ്ണിനെ ഇനി അകറ്റി നിർത്താൻ എനിക്ക് വയ്യ. സ്വസ്ഥമായി ഞങ്ങൾക്ക് ജീവിക്കണം. പിന്നെ നമ്മുടെ കുട്ടും കുട്ടും എത്രയും വേഗം എല്ലാം ശരിയാക്കണം. മേടിക്കാനുള്ള വല വിരിച്ച് അവർ കാത്തിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ത്രിമൂർത്തികൾ തറവാട്ടിലേക്ക് എത്തിയിരിക്കുകയാണിന്ന്. വന്നപാടെ 3 കൂടെ അടുക്കള കയ്യേറി. ആരും തെറ്റിദ്ധരിക്കരുത്, ഒന്നും ഉണ്ടാക്കാനല്ല കേട്ടോ, തിന്നാനാണ്. നമ്മുടെ പിള്ളേർ പാവങ്ങളല്ലേ, അവർക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, തിന്നാനല്ലേ അറിയൂ. അവരുടെ മല്ലയുദ്ധം കണ്ടുകൊണ്ടാണ് നമ്മുടെ ശ്രുതി അടുക്കളയിലേക്ക് വരുന്നത്. നീയൊക്കെ ഹോസ്റ്റലിൽ തന്നെ അല്ലായിരുന്നോ? അതോ വല്ല സൊമാലിയിലും ആയിരുന്നോ? നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം. അവിടുത്തെ കാടിവെള്ളം കുടിച്ച് കിടക്കുന്ന ഞങ്ങളുടെ അവസ്ഥ സൊമാലിയയിലുള്ളവരെക്കാൾ കഷ്ടമാണ്. ഇന്നലെ മീൻകറിയാണെന്ന് പറഞ്ഞ് കുറച്ച് വെള്ളം തന്നു. തോർത്തുകൊണ്ട് മുങ്ങി തപ്പണം ഒരു മീൻ കിട്ടാൻ. മീൻകറിയാണ് പോലും മീൻകറി. മിനിഞ്ഞാന്ന് ദോശയ്ക്ക് തന്ന കടലക്കറിയിൽ നിന്ന് എനിക്കൊരു കല്ല് കിട്ടി. ഞാൻ അത് വലിച്ചെറിഞ്ഞു. ചെന്നു കൊണ്ടതോ വാർഡന്റെ തലേ. ഞാൻ അവരെ എറിഞ്ഞു വീഴ്ത്താൻ നോക്കിയെന്നാ ഇപ്പൊ പറയുന്നേ. നിന്നോടൊക്കെ ആരെങ്കിലും പറഞ്ഞോ അവിടെ പോയി നിൽക്കാൻ? പ്രതികാരം മുഖ്യം ബിഗിലേ. ആ കിഞ്ചുവിനെ പാടി ഇറക്കാതെ ഞാൻ ഇവിടെ താമസിക്കില്ല. 1 തരം 2 തരം 3 തരം ഞങ്ങളും. എന്നാ നീയൊക്കെ അവിടെ തന്നെ സ്ഥിരതാമസം ആക്കിക്കോ. അവളെ ഇറക്കിവിടെ ഞങ്ങൾ ആരും ഉദ്ദേശിച്ചിട്ടില്ല. നിനക്കൊക്കെ വാശിയാണ്, എനിക്കും വാശിയാ. ഇതിപ്പോ എവിടെന്ന് പൊട്ടിമുളച്ചു? മിച്ചുവിന്റെ ആത്മ. ഇയാൾ എന്താന്ന് വെച്ചാ കാണിക്കും. അയാളുടെ ഒരു കിഞ്ചു. തന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. മിച്ചു കാലിതുള്ളി മുകളിലേക്ക് പോയി. അവൾക്ക് പുറകെ ബാക്കി 2 മുകളിലേക്ക് നടന്നു. പെട്ടെന്നാണ് കുട്ടു അടുക്കളയിലേക്ക് തിരിഞ്ഞോടിയത്. എന്താടാ? അത് ഞാൻ ഇതെടുക്കാൻ വന്നതാ. ഈ കാര്യത്തിൽ പ്രതികാരം പാടില്ല, അമ്പൂറ്റി കോപിക്കും.
പലഹാരപാത്രം പൊക്കിപ്പിടിച്ചോണ്ട് കുട്ടു പറഞ്ഞു. ബാക്കി രണ്ടും വായം പൊളിച്ചു നോക്കി നിൽപ്പുണ്ട്. ചെക്കൻ പാത്രവും പൊക്കി മുകളിലേക്ക് പോയി. പോകുന്ന പൊക്കി ഷീ ഒന്ന് പുച്ഛിക്കാൻ കൊച്ചു മറന്നില്ല കേട്ടോ. ഇത് പ്രശ്നമാകൂല്ലോടാ. ഒന്നുമില്ല ഏട്ടത്തി, അവൾ എന്റെ വാവയല്ലേ, എവിടം വരെ പോകാനാ, എല്ലാം ശരിയാവും. എത്രയും പെട്ടെന്ന് രണ്ടിനെ ആടിയൊക്കെ മാറ്റിക്കും. അപ്പോഴേക്ക് കുഞ്ഞുട്ടൻ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി തുടങ്ങി. ശ്രുതി കുഞ്ഞിന്റെ അടുക്കലോട്ട് പോയി. മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് ഷീയും മുകളിലേക്ക് പോയി. ഷീയോടുള്ള കലിപ്പ് മിച്ചു ടുട്ടുവിന്റെ കൂടെയായിരുന്നു. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് കൂടി മിച്ചു ഭാവിച്ചില്ല. ഇതേ സമയം അങ്ങ് ബാംഗ്ലൂരിൽ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ എന്തോ കാര്യമായി ആലോചിച്ച് നിൽക്കുവാണ് മാഡി. അപ്പോഴാണ് അവന്റെ സന്തത സഹചാരി മാഡിയുടെ അടുത്തേക്ക് വന്നത്. എന്താണ് ഒരാലോചന? ഇനി സമയം കളയായില്ലടാ, എത്രയും പെട്ടെന്ന് ചെയ്യുള്ളതൊക്കെ ചെയ്യണം. അവന്മാർ എന്നിലേക്ക് വരുന്നതിന് മുമ്പ് അവളെ കൊണ്ട് ഇവിടുന്ന് ദൂരേക്ക് പോകണം. അതിന് അവന്മാരെ തകർക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു ഒന്നും ഏൽക്കുന്നില്ല എന്ന് മാത്രം. അവന്മാരെ തകർക്കാനുള്ള വഴിയും അവൾ തന്നെയാണ്. മിത്രവിന്ദ, ആ ശ്രീദേവിന്റെ ജീവനാണവൻ. അവന്റെ മാത്രമല്ല, ആ കുടുംബത്തിലുള്ളതിന്റെ എല്ലാം. അവരെ തകർത്തിട്ട് അവളെ കൊണ്ടുപോകാൻ നിന്നാൽ അത് ചിലപ്പോൾ നടന്നെന്ന് വരില്ല. അതിനു മുമ്പേ നമ്മൾ ചിലപ്പോൾ പിടിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് ഞാൻ കളിയൊന്ന് മാറ്റി കളിക്കാൻ തീരുമാനിച്ചു. ആദ്യം അവളെ പൊക്കണം, അവളെ എനിക്ക് അനുഭവിക്കണം. അവളുടെ മാനം വെച്ച് അവന്മാരെ വരുതിക്ക് കൊണ്ടുവരണം. അവന്മാർ തകർന്നു നിൽക്കുമ്പോൾ അവളെ കൊണ്ട് എനിക്ക് പറക്കണം. സ്വന്തം ഭാര്യ മറ്റൊരുവും ഭോഗിക്കുമ്പോൾ അവൻ തകരും. അതും അവൻ ജീവന തുല്യം സ്നേഹിക്കുന്ന പെണ്ണാവുമ്പോൾ ആ തകർച്ച ഒരു ആഴം കൂടും. ആ രംഗങ്ങൾ നാട്ടുകാർ കാണാൻ അവന്മാർ സമ്മതിക്കുവോ? ഒരിക്കലുമില്ല. അതുവഴി അവന്മാരെ നമുക്ക് അടിയറവ് പറയിക്കാം. ഐഡിയ കൊള്ളാം, നടന്നാ മതി. നടക്കും. കാരണം അവളിപ്പോ അവന്റെ സംരക്ഷണ വലയത്തിന് പുറത്താണ്. ഇനി വെച്ച് താമസിച്ചൂടാ. എത്രയും പെട്ടെന്ന് അവളെ പൊക്കണം. നിന്റെ കൂടെ എന്തിനും ഞാനുണ്ട്. 2 ദിവസത്തിന് ശേഷം നമ്മുടെ പിള്ളേർ ഹോസ്റ്റലിലേക്ക് തിരികെ പോയി. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. രാവിലെ മുതൽ മിച്ചന് വല്ലാത്ത തലവേദന അനുഭവപ്പെട്ടു തുടങ്ങി. എങ്കിലും അവൾ ക്ലാസ്സിലേക്ക് പോയി. സഹിക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ അവൾ ഡെസ്കിൽ തല വെച്ച് കമിഴ്ന്ന് കിടന്നു. അങ്ങനെ ആദ്യത്തെ ഒരു പീരീഡ് കഴിഞ്ഞ് സാർ പോയി. ഒട്ടും വയ്യേടാ. കുഴപ്പമില്ലടി, ഒന്ന് കിടന്നാൽ മതി. എന്നാ വാ, ഹോസ്റ്റലിൽ പോവാം. ഞാൻ പൊയ്ക്കോളാടി, നിങ്ങൾ വെറുതെ അറ്റൻഡൻസ് കളയണ്ട. എന്നാലും നീ തനിച്ച്. അത് സാരമില്ല, ഞാൻ പോയൊന്ന് കിടക്കട്ടെ, ഹോസ്റ്റലിലല്ലേ. മിച്ചു അതും പറഞ്ഞ് ബാഗ് കൊടുത്ത് ഹോസ്റ്റലിലേക്ക് പോയി. ചെന്ന പാടെ ഒരു ടാബ്ലറ്റ് കഴിച്ച് അവൾ കിടന്നു. ഡോറി തുടരെയുള്ള മുട്ട് കേട്ടാണ് മിച്ചു എണീറ്റ് വാതിൽ തുറക്കുന്നത്. മിച്ചു, ഒരു വിസിറ്റർ ഉണ്ട്. വിസിറ്ററോ? അതെ, തന്റെ ഏട്ടനാണ്. ഇയാൾ താഴേക്ക് ചെല്ലേ. അതും പറഞ്ഞ് വാടൻ താഴേക്ക് പോയി. ഏതേട്ടനായിരിക്കും? അവളുമാര് പറഞ്ഞു കാണും വയ്യാന്ന്. ഏതായാലും പോയി നോക്കാം. മിച്ചു താഴെ വിസിറ്റർ റൂമിലേക്ക് പോയി. അവൾ അവിടെ ചെന്നപ്പോൾ ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല. മിച്ചു പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. പിള്ളേരൊക്കെ കോളേജിൽ പോയതുകൊണ്ട് ഹോസ്റ്റൽ പരിസരത്തും ആരും ഉണ്ടായിരുന്നില്ല. മിച്ചു പുറത്തിറങ്ങി ചുറ്റും നോക്കി. ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. പെട്ടെന്നാണ് അവളുടെ മുഖത്തേക്ക് എന്തോ സ്പ്രേ ചെയ്യപ്പെട്ടത്. അടുത്ത നിമിഷം തന്നെ അവൾ അയാളുടെ കൈകളിലേക്ക് കുഴഞ്ഞു വീണു. അയാൾ അവളെ കൈകളെ കോരിയെടുത്ത് പുറത്തേക്ക് ഓടി. അയ്യോ സാർ, എന്തു പറ്റി? മയങ്ങി വീണതാ, ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആ വെപ്രാളത്തിൽ സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുത്തു. അയാൾ മെച്ചുമായി കാറിൽ കയറിയതും ആരോ വണ്ടി പായിച്ചു വിട്ടു. ഇന്റർവെൽ ടൈമിൽ മെച്ചുവിനെ നോക്കാൻ വന്നതാണ് ടുട്ടുവും വൈശുവും. അവർ റൂമിൽ വന്നപ്പോൾ അവൾ അവിടെ ഇല്ലായിരുന്നു. അവർ അവിടെയാകെ നോക്കി. ഇവൾ ഇത് എവിടെ പോയി? വാ, നമുക്ക് വാർഡനോട് ചോദിക്കാം. ടുട്ടുവും വൈശുവും കൂടെ വാർഡനെ കാണാൻ പോയി. അവർ ഓഫീസ് റൂമിൽ ഉണ്ടായിരുന്നു. മാം, മിച്ചുവിനെ കണ്ടിരുന്നോ? ആ കുട്ടിക്ക് ഒരു വിസിറ്റർ ഉണ്ടായിരുന്നു. താഴെ വിസിറ്റർ റൂമിലുണ്ട്. വിസിറ്ററോ? ആര്? ഏട്ടനാണെന്നാ പറഞ്ഞത്. ഓക്കെ മാം. ടുട്ടുവും വൈശുവും കൂടെ താഴെ വിസിറ്റർ റൂമിലേക്ക് പോയി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവൾ ഇത് എവിടെ പോയി? അല്ല, ഏതേട്ടനാണ് അവളെ കാണാൻ വന്നത്? ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. നമുക്ക് പുറത്തുകൂടെ ഒന്ന് നോക്കാം, അവിടെ വല്ലതും കാണും. അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവളിത് എവിടെ പോയി? അപ്പോഴാണ് സെക്യൂരിറ്റി ചേട്ടൻ അങ്ങോട്ട് വന്നത്. കുഞ്ഞെ, ആ മോൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടറോ? ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? മിച്ചു കുഞ്ഞിന് വയ്യാണ്ട് തല ചുറ്റി വീണു. ഒരു പയ്യൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ കരുതി നിങ്ങൾ കുഞ്ഞിന്റെ കൂടെ വന്നയാണെന്ന്. പയ്യനോ? ഒരുപാട് നേരമായോ അവർ പോയിട്ട്? ടുട്ടുവിന്റെ ഉള്ളൊന്ന് പിടച്ചു. ഉവ്, ആ കൊച്ചൻ വാർഡനോട് സംസാരിക്കുന്ന ഞാൻ കണ്ടിരുന്നു. എന്റെ മിച്ചു, ഇതെന്തോ പണിയാ. നമ്മുടെ മിച്ചു, നീ വേഗം വേദേട്ടനെ വിളിക്ക്, ഞാൻ ഓമാരെ വിളിക്കാം. ടുട്ടു വേദന വിളിച്ച് കാര്യം പറഞ്ഞു. വൈശു കുട്ടുവിനെയും വിളിച്ചു. പെട്ടെന്ന് തന്നെ വേദവും അജുവും കുട്ടും ഭൗമിയും അങ്ങോട്ടേക്ക് വന്നു. എന്താ എന്താ പറ്റി? എന്റെ കൊച്ചെവിടെ? അവന്റെ ശബ്ദത്തിൽ ഒരു സഹോദരന്റെ ആകുലത നിറഞ്ഞു. വൈശു നടന്നതൊക്കെ അവനോട് പറഞ്ഞു. അപ്പോഴേക്കും ടുട്ടു പോയി വാർഡനെ വിളിച്ചുകൊണ്ട് വന്നു. മാം, മിച്ചുനെ കാണാൻ ആരാ വന്നേ? ബ്രദർ ആണെന്നാ പറഞ്ഞ്. വിസിറ്റർ ഉണ്ടെന്ന് ആ കുട്ടിയോട് പറഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ പോയി. കുട്ടി വിസിറ്റർ ഏരിയയിലേക്കും പോയി. ഏട്ടാ, നമ്മുടെ മിച്ചു. ഒന്നുമില്ലടാ, നമ്മുടെ കൊച്ചിന് ഒന്നുമില്ല. കൂടെ വരാന്ന് പറഞ്ഞ അവള് സമ്മതിച്ചില്ല. ടുട്ടു പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. എല്ലാവരും വിറങ്ങലിച്ച് നിൽക്കുവാണ്. വേദശ്രീയെ അപ്പൂനെയും നന്ദുവിനെയും വിളിച്ച് കാര്യം പറഞ്ഞു. ആ സമയത്ത് അച്ഛൻ സത്യയുടെ റൂമിലേക്ക് ഓടി.
അല്പസമയത്തിനുള്ളിൽ തന്നെ ഷീയുടെ കാർ ഹോസ്റ്റൽ മുറ്റത്ത് വന്നു നിന്നു. തൊട്ടുപുറകെ ബാക്കിയുള്ളവരും എത്തി. ഷീ കാറിൽ നിന്ന് ഇറങ്ങിയതും ടുട്ടു ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. ഏട്ടാ, നമ്മുടെ മിച്ചു. ഒന്നുമില്ലടാ, എന്റെ വാവയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഏട്ടാ സമ്മതിക്കോ? ഒന്നുമില്ല, മോള് വിഷമിക്കാതെ. ഷീ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വൈശുവും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഷിയോടും മറ്റുള്ളവരോടും പറഞ്ഞു. അത് കേൾക്കെ ഷിയുടെ കണ്ണുകൾ രക്തവർണ്ണമായി. അവൻ ടുട്ടുവിനെ വൈശുവിനെ ഏൽപ്പിച്ചു. നന്ദു, വണ്ടി എടുക്കടാ. നന്ദു അപ്പവും വേദവും കൂട്ടും അജുവും വണ്ടി കയറി. ചെറിയച്ച, പിള്ളേരെ മൂന്നിനെയും വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോ. ഭാവിയെ കൊണ്ട് ഞങ്ങൾ വരും. ബാക്കിയൊക്കെ ഞാൻ വിളിച്ചറിയിക്കാം. വേറെ ആരും അറിയാണ്ട് നോക്കണം. അത്രയും പറഞ്ഞ് ഷീ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. ശത്രുവിനെ ദഹിപ്പിക്കാനുള്ള അഗ്നി അവന്റെ കണ്ണിലാളി. അവരുടെ കാർ പൊടി പറത്തിക്കൊണ്ട് ഹോസ്റ്റൽ മുറ്റത്ത് നിന്ന് പാഞ്ഞു.